ഒരു പ്രതിസന്ധി ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കമാൻഡറായി മാറേണ്ടത്? ആ സമയത്ത് എന്താണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി? നമുക്ക് എന്താണോ ഈ വാർ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, അത് നമ്മൾ എങ്ങനെയാണോ പാലിക്കുന്നത്, അതുപോലെയായിരിക്കും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അവർ പാലിക്കും. നിങ്ങളുടെ ബിസിനസിന്റെ അകത്തെ നിങ്ങളുടെ ചെലവ്, ഓപ്പറേഷണൽ കോസ്റ്റ്, അത് എത്രയാണോ അതിന്റെ 3 മാസത്തെ റിസർവ് എങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് കഴിഞ്ഞ 3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രതിസന്ധി ഉണ്ടാവും, നമുക്കറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ് ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ കുത്തി നിർത്തേണ്ടി വരുന്നതെന്ന് നമുക്കറിയില്ല. ഈ ഫ്ലൈറ്റിന് സുഖമായി 3 മാസം ഓടാനുള്ള റൺവേ പണിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ റിസർവ് ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു. ഈ റൺവേ പണിഞ്ഞിട്ടില്ലാത്തവരോട് ഒന്നേ പറയാനുള്ളൂ, നല്ല നമസ്കാരം. നിങ്ങൾ ഇപ്പോഴും ചൂത് കളിക്കുകയാണ്, നിങ്ങൾ ബിസിനസ്സുകാരല്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ റവന്യൂ, നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രോഫിറ്റ്. യു ഷുഡ് ഹാവ് ക്യാഷ് വിത്ത് യു.